നിങ്ങൾക്കുണ്ടോ ഈ കോൺഫിഡൻസ്? ഉണ്ടോ? ഒരു പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോൾ, ഒരു ചെറിയ പ്രോബ്ലം വരുമ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ നേരെ നോക്കിക്കൊണ്ട് പറയാൻ സാധിക്കണം, ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ സാധിക്കണം, നിനക്ക് ഉയരാൻ സാധിക്കില്ല, ബട്ട് ഐ ക്യാൻ, എനിക്ക് ഉയരാൻ സാധിക്കും. എന്ത് പറയണം? ഐ ക്യാൻ. എന്ത് പറയണം? എന്ത് പറയണം? എന്ത് പറയണം? ശബ്ദം കുറവാട്ടോ, ആൺകുട്ടികൾക്ക് ശബ്ദം കുറവാണ്. ഒന്ന് മത്സരിച്ചാലോ? നിങ്ങളൊന്ന് പറഞ്ഞേ ഐ ക്യാൻ. നിങ്ങൾ പറ, ഐ ക്യാൻ പറ. ഐ ക്യാൻ എന്ന് പറഞ്ഞൂടെ? പോരാ, ശബ്ദം പോരാ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കഷ്ടപ്പെട്ട് ഇതുവരെ വന്നിട്ട് ഈ ഒരു ഐ ക്യാൻ പോരാ എനിക്ക്. പറ പ്ലീസ്, ഐ ക്യാൻ. പറ പറ പറ, കൈ ഉയർത്തി പറ ഐ ക്യാൻ. പറ, കൈ ഉയർത്തി പറ പ്ലീസ്, ഐ ക്യാൻ. ഐ ക്യാൻ ഡു ദാറ്റ്. ഐ ക്യാൻ. എന്താ കൈയൊക്കെ ഉയർത്താനും മടി? ഇപ്പൊ തോന്നുന്നുണ്ടോ ഞങ്ങൾ മിടുക്കരാണെന്ന്? ആണ് തോന്നുന്നുണ്ടോ? തോന്നണം കേട്ടോ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകൾ, ആ ചിന്തകളിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദി ലാസ്റ്റ് ലെറ്റർ, വാട്ട് ഇസ് ദാറ്റ്? H for ഹ്യൂമാനിറ്റി. എത്രയായി സമയം? 12. ഓക്കെ, കുറച്ചവർക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനൊരു അവസരം കൂടി കൊടുക്കണ്ടേ? ഞാൻ കുറച്ചും കൂടി സമയം കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് 1 മണിക്ക് അവസാനം, കാരണം 2 മണിക്ക് എനിക്കൊരു പ്രസ് കോൺഫറൻസ് ഉണ്ട്, പ്രസ് ക്ലബ്ബിലൊരു ബുക്ക് റിലീസ് ഉണ്ട്. നമ്മുടെ വിമൽ കോട്ടയ്ക്കലിൻ്റെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് പബ്ലിഷ് ചെയ്യില്ല, പ്രകാശനം ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പോകണം. അതുകൊണ്ട് അതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കണം. അതുകൊണ്ടുള്ള സമയം വളരെ ഷെഡ്യൂളാണ്. ഓക്കെ, സോ ഹ്യൂമാനിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഈ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടി കേൾക്കണം. ഞാൻ മാജിക്കിൻ്റെ രംഗത്ത് നന്നായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. ഏകദേശം ഒരു 60 രാജ്യങ്ങളിൽ ഞാൻ മാജിക് പെർഫോം ചെയ്തു. ഓക്കെ, ഞാൻ എന്നെ സെൽഫ് പോസ്റ്റിങ്ങിന് വേണ്ടി പറയുന്നതല്ല കേട്ടോ ഇത്. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. മാജിക്കിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയുടെ പേര് മെർലിൻ അവാർഡ് എന്നാണ്. ഇറ്റ്സ് ഈക്വൽ ടു ഓസ്കാർ ഇൻ മാജിക്. 2011 എൻ്റെ പേരിൽ അത് നമ്മുടെ ഭാരതത്തിലേക്കും വന്നു. 2011 ഞാനങ്ങനെ ലാസ് വേഗാസിൽ പോയി. ലാസ് വേഗാസാണ് മാജിക്കിൻ്റെ ഹബ്ബ് എന്ന് പറയുന്നത്. അവിടെയാണ് എല്ലാ മജീഷ്യൻസ്, ഡേവിഡ് കോപ്പർഫീൽഡൊക്കെ പെർഫോം ചെയ്യുന്ന സ്ഥലം അവിടെയാണ്. അവിടെ ഒരു ജോണി എന്ന് പറയുന്നൊരു മലയാളിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി താമസിച്ചു. സാന്ദർഭികമായിട്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് മുതുകാടന് ലാസ് വേഗാസിൽ സ്ഥിരമായിട്ട് പെർഫോം ചെയ്തുകൂടാ എന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴാണ് അതിനെപ്പറ്റി ആലോചിക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ മാജിക്കിൻ്റെ ഒരു പരിവേഷം, ഇന്ത്യൻ ഡ്രോപ്പ് ട്രിക്ക്, ഇന്ത്യൻ ബാസ്ക്കറ്റ് എന്ന് പറയുന്ന മാജിക്കുകളൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ സംസാരിച്ചു. അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഇത് ലോങ് ബാക്ക്. ഈ കാലത്താണ് ഞാൻ 2016 എന്നെ ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ഒരു പ്രോഗ്രാമിന് വേണ്ടി വിളിക്കുന്നത്. ഞാനവിടെ ചെല്ലുന്നു. എൻ്റെ കാഴ്ചപ്പാടിൽ ഓട്ടിസമോ സെർബൽ പാൾസിയോ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയോ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ചിന്തകളിൽ അതുണ്ടായിരുന്നില്ല. അവിടെ ചെന്നു. ടൗൺ ഹാളിൽ പോയിട്ട് മേക്കപ്പൊക്കെ ചെയ്ത്, തൊപ്പിയൊക്കെ വെച്ച്, ടർബനൊക്കെ വെച്ച് ഞാൻ റെഡിയായി മാജിക്കിൽ പെർഫോം ചെയ്യാൻ വേണ്ടി സ്റ്റേജിൽ വന്നു. ആദ്യം എൻ്റെ അപ്പിയറൻസാണ്. സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ മുന്നിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഈ കുട്ടികളാണ്. വലിയ തലയുള്ള, കണ്ണ് കാണാത്ത, കാത് കേൾക്കാത്ത, കൈയില്ലാത്ത, കാലില്ലാത്ത, ബുദ്ധിയില്ലാത്ത, അങ്ങോട്ട് തിരിച്ചു നിൽക്കുന്ന, അച്ഛനെ അടിക്കുന്ന, അമ്മയെ കടിക്കുന്ന കുട്ടികളാണ്. ഒരു ചിരി പോലും ഇല്ല ഒരാളുടെ മുഖത്ത് പോലും, ഒരു അമ്മയുടെ മുഖത്ത് പോലും ചിരിയില്ല. അപ്പം ഞാൻ ആദ്യം എന്നോട് ചോദിച്ചു, ആരുടെ മുമ്പിലാണ് ഈ മേക്കപ്പ് കെട്ടി പത്രാസ് കാണിക്കുന്നത് ചോദിച്ചു. പരിപാടി നടത്തണ്ടേ? പരിപാടി ഞാൻ നടത്തി അവസാനിപ്പിച്ചു. പരിപാടി കഴിഞ്ഞതിന് ശേഷം എന്നോട് ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൂടി. അപ്പോഴൊക്കെ ഈ ഉള്ളിൽ വിങ്ങലാണ്. ഞാൻ നോക്കുമ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലൊരു 18 വയസ്സുള്ളൊരു തടിയുള്ളൊരു മകൻ, അവനിങ്ങനെ വിശക്കുന്നു പറഞ്ഞ് കരയുന്നുണ്ട്. ഭക്ഷണം കൊടുക്കാതെ അമ്മ ഭക്ഷണം പാത്രവും പിടിച്ചിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്താ ഭക്ഷണം കൊടുക്കാത്തതെന്ന് ചോദിച്ചു. ഈ അമ്മ ഒരു കരച്ചിൽ കരയാണ്. അമ്മ പറഞ്ഞു, സാറേ ഞാൻ എൻ്റെ വായിലിട്ട് പുറത്തെടുത്ത് ഓൻ്റെ വായിൽ വെച്ചാലും കഴിക്കുള്ളൂ സാറേ, അവന് ചവയ്ക്കാൻ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. ചവയ്ക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള ഒരുപാട് ആളുകൾ, 10,000 കണക്കിന് ആളുകളുള്ള പ്രദേശമാണ് കാസർഗോഡ്.
പിറ്റേ ദിവസം ഞാൻ ചില വീടുകളൊന്ന് പോയി. ആ വീടുകളിൽ പോയിപ്പോൾ കണ്ട കാര്യങ്ങൾ എൻ്റെ ലൈഫിനെ മുഴുവൻ മാറ്റിമറിച്ചു. ഞാൻ ആ വിഷ്വൽസ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അന്ന് പോയ വിഷ്വലാണ്. വാച്ച് ദാറ്റ്. ഇതിൽ ചില കുട്ടികളൊന്നും ഇന്നില്ല. നിങ്ങൾ ഈ കുട്ടികൾ എന്ന് വിളിക്കുന്ന ആ ആളുകൾ, കയ്യിലെടുത്ത കുട്ടിക്ക് 38-40 വയസ്സായിട്ടുള്ള ആളുകളാണ്. ആലോചിക്കണം ഈ ഒരു അവസ്ഥയിൽ ആ പാരൻസിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത്. ഞാനൊരു 4 വീടുകളിൽ പോയതോടുകൂടി എനിക്ക് പിന്നെ വേണ്ടെന്നായി. പിറ്റേ ദിവസം ഞാൻ ശൈലജ ടീച്ചറെ കണ്ടു. ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ടീച്ചർ 23 കുട്ടികളെ എന്നെ ഏൽപ്പിച്ചു. അന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയാണ്. ആ 23 കുട്ടികളിലാണ് ഞാൻ തുടങ്ങുന്നത്. ഇന്ന് 2016 കാര്യമാണ് ഞാൻ പറയുന്നത്. 6 മാസം ആ കുട്ടികളുമായിട്ട് ചേർന്ന് നിന്നു. ആ കുട്ടികളുമായിട്ട് എന്തോ ഒരു വല്ലാത്ത അറ്റാച്ച്മെൻറ്റായി എനിക്ക്. രാവിലെ എന്നും വരും, എന്നോട് ചേർന്ന് നിൽക്കും, ഉമ്മ വയ്ക്കും, വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റായി. അതിനുശേഷം ആ കുട്ടികളുടെ അരങ്ങേറ്റം, മാജിക്കിൻ്റെ അരങ്ങേറ്റം. നിങ്ങൾ മനസ്സിലാക്കണം, ഓട്ടിസം ബാധിച്ച കുട്ടികൾ മാജിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. ലോകത്തെവിടെയും നടന്നിട്ടില്ല. അരങ്ങേറ്റം വെച്ചു. വൈസ് പ്രസിഡന്റ് അന്ന് ഡോക്ടർ ഹമീദ് അൻസാരിയാണ്. സദാശിവമാണെന്ന് ഗവർണർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹമാണ്. ഇവരെല്ലാം ഇരിക്കുന്ന സദസ്സിൽ ടാഗോർ തിയേറ്ററിൽ വെച്ചിട്ട് എൻ്റെ 23 കുട്ടികൾ 1.5 മണിക്കൂർ നേരം ഒരു ചെറിയ തെറ്റ് പോലും സംഭവിക്കാതെ മാജിക് പെർഫോം ചെയ്തു. വൈസ് പ്രസിഡന്റ് സ്റ്റേജിലേക്ക് ചാടി കയറി കുട്ടികളെ ചേർത്ത് പിടിച്ചു. അതിനുശേഷം ഈ കുട്ടികളുടെ പാരൻസ് ചോദിച്ചു, സാർ ഇനി എന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എന്ത് ചെയ്യാൻ പറ്റും? മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. അവിടെ ഞങ്ങളൊരു തിയേറ്റർ ഉണ്ടാക്കി ആ കുട്ടികൾ അവിടത്തേക്ക് കൊണ്ടുവന്ന് അവർക്ക് എംപ്ലോയീസ് ആയിട്ട് പെർഫോമൻസിന് ജോലി കൊടുത്തു. 2017 മുതൽ തുടങ്ങിയിട്ട് ഇതിപ്പോൾ 2026 ഇന്നും ആ കുട്ടികൾ അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. അവർ അറ്റൻഡൻസ് രജിസ്റ്റർ സൈൻ ചെയ്യുന്നു. എല്ലാ മാസവും ശമ്പളം മേടിച്ച് ആ മക്കൾ അവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, വിഷ്ണു എന്ന് പറയുന്ന ആദ്യം വന്ന മകൻ, അവൻ ജപ്പാനിൽ പോയി, സിംഗപ്പൂരിൽ പോയി, ജപ്പാനിൽ പോയിട്ട് സോഫിയ യൂണിവേഴ്സിറ്റിയുടെ അവാർഡ് മേടിച്ചു. മുഖ്യമന്ത്രി പ്രത്യേകം വിളിച്ച് അഭിനന്ദിച്ചു. ആ മോന് കിട്ടിയ ശമ്പളം കൊണ്ട് അവൻ്റെ സിസ്റ്ററുടെ കല്യാണം അവൻ നടത്തി കൊടുത്തു. ക്യാൻ യു ബിലീവ് ദാറ്റ്? ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് മാജിക്കുമായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് കോടികൾ സമ്പാദിക്കാമായിരുന്നു. പക്ഷേ ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ വീട് വിൽക്കുന്നു, മാജിക് കൊണ്ടുണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യവും കൊടുക്കുന്നു, ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ മറ്റൊരു തലം കണ്ടെത്തുകയാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് മക്കളെ നെഞ്ചിൽ കൈവച്ച് പറയുകയാണ്, അന്ന് കിട്ടിയ പണമോ ഓഡിയൻസിനിടയിലൂടെ വരുന്ന സമയത്ത് കയ്യടികളോ ആരവങ്ങളോ അവാർഡുകളോ ഒന്നും ഇന്ന് ആ മക്കളുടെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് അവരുടെ സ്നേഹം കാണുമ്പോൾ ആ സ്നേഹത്തിലപ്പുറം ഒരു അവാർഡിനും ഒരു വിലയില്ല എന്നതാണ് വാസ്തവം.
ഞാൻ ഈ സാധനത്തിന് പറയുന്ന പേരാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് മേഖല വേണമെങ്കിൽ തിരഞ്ഞെടുത്തോളൂ. യുവർ ഫേവറേറ്റ് ജോബ്, നിങ്ങൾ കളക്ടർ ആവട്ടെ, എൻജിനീയർ ആവട്ടെ, ഡോക്ടർ ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക, നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം മാറ്റിവെക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം മനുഷ്യൻ്റെ ജീവിതമായിട്ട് മാറുന്നത്. അതല്ലെങ്കിൽ മൃഗങ്ങൾക്ക് തുല്യമായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു, ജസ്റ്റ് മരിച്ചു പോകുന്നു എന്നതിലപ്പുറം അവസാനം നമ്മൾ എന്തായി കഴിഞ്ഞാലും ഒരു കിടപ്പ് കിടക്കേണ്ടി വരും. ഇന്ന് നിങ്ങളുടെ ഈ യങ് ഏജൊക്കെ പോയി പ്രായം ചെന്ന് എല്ലാവർക്കും ഇത് സംഭവിക്കും, നമ്മൾ മരണത്തിലേക്ക് പോകും അല്ലേ? ഈ മരണത്തിൻ്റെ മുമ്പ് നമ്മൾ ആലോചിക്കുമ്പോൾ ഞാൻ എന്താണ് ഈ ഭൂമിയിൽ ചെയ്ത് തിരിച്ചു പോകുന്നത്, ഇനി വരാൻ പോകുന്നില്ല, തിരിച്ചു പോകുന്നെന്ന് ആലോചിക്കുമ്പോൾ അതിനകത്ത് കിട്ടുന്ന സഫലത. ഞാൻ പറയുകയാണ്, അന്ന് മാജിക്കുകാരനായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഹാപ്പി അല്ല. ഇപ്പം ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഈ നിമിഷം മരിച്ചാലും ഐ എം സോ ഹാപ്പി ഇൻ മൈ ലൈഫ്. ആർക്കൊക്കെയോ ഇന്ന് എൻ്റെ കൂടെ 200 കുട്ടികളുണ്ട്. 200 മക്കളുടെ അച്ഛനായിട്ടാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നത്. ക്യാൻ യു നോ ദാറ്റ്? ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ എന്ന് പറയുന്ന സെൻറ്ററിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, അവർക്ക് വേണ്ടിയുള്ള കോച്ചിങ്, അവരുടെ പാരൻസിനുള്ള എംപ്ലോയ്മെൻറ്റ് എല്ലാം. ഒരു വീട്ടിൽ നിന്ന് പോലും 1 രൂപ ഞങ്ങൾ പ്രതിഫലം മേടിക്കുന്നില്ല, 1 രൂപ മേടിക്കുന്നില്ല. എല്ലാ കുട്ടികൾക്കും എല്ലാ മാസവും സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നു, സാലറി കൊടുക്കുന്നു. ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നു. വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം, ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ എന്താണെന്നുള്ളത്. പ്ലീസ് വാച്ച്. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വരണം, തിരുവനന്തപുരത്ത് വരണം, വന്നിട്ട് കാണണം എന്നാണ് പറയുന്നത്. വാച്ച് ദാറ്റ്. They are not disabled. They are differently abled. This statement brought a new life to so many parents. In 2016, an act which promotes and protects the right and dignity of differently abled people in various walks of life was introduced by the Government of India. This prompted magician and UNICEF celebrity advocate from Kerala, Gopinath Muthugad, to take an initiative for nurturing talents and senses of differently abled children so that they can lead a life with dignity. The Different Arts Center, DAC. Different Arts Center offers 7 platforms to uncover, train, and present children's artistic talents. Various art performances like orchestra, music, dance, magic, and painting receive much applause daily. These children were trained and given the opportunity to showcase their talents, which motivated them. ICON's assessment results shows that there is a phenomenal improvement in their adaptive behavior. They were appointed as paid employees to help them make a living. As the children celebrate every day with art performances, their parents also have something to do. The DAC values the precious time the mothers spend here. The parents proceed to the Charisma unit after morning activities. Charisma's main draw is the sophisticated stitching unit. They sew and deliver products locally and beyond. All the income they earn is theirs. DAC provides exercises preparing children for daily life.